ടി.വി.എസ്. ഹരിദാസ്, രാജ്യത്ത് കഴിഞ്ഞ 2 ടേമിലെ ഭരണം കൊണ്ട് BJP നടപ്പാക്കി എന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിലും ഇനി ഭാവിയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പേരിൽ, അതായത് മോദി ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടിയുടെ പേരിലുമൊക്കെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്തിരുന്ന BJP ഒരു ഘട്ടത്തിൽ അത് ഇന്ത്യ സഖ്യത്തിലെ ഐക്യമില്ലായ്മയെക്കുറിച്ച്, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളെ കൊണ്ട്, വിദ്വേഷ പ്രസംഗങ്ങളെ കൊണ്ട്, അതോടൊപ്പം തന്നെ വ്യക്തി അധിക്ഷേപങ്ങൾ ഉയർത്തി ഏറ്റവും അധികം ചിലവ് വരുത്തി അല്ലെങ്കിൽ ഏറ്റവും അധികം തുക ചിലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങി BJP. നരേന്ദ്രമോദി അടക്കം, പ്രധാനമന്ത്രി അടക്കം, അമിത്ഷാ അടക്കമുള്ളവർ. ഇപ്പോൾ തെലങ്കാനയിൽ അമിത്ഷാ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് മുസ്ലിങ്ങൾക്കുള്ള 4% സംവരണം എടുത്തു കളയുമെന്നതാണ്. അങ്ങനെ അടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയും മോദി ഗ്യാരണ്ടിയുടെ പേരിൽ 3ാം വട്ടവും അധികാരത്തിൽ വരാൻ കഴിയുമെന്നുമുള്ള BJPയുടെ ആത്മവിശ്വാസത്തിനും കണക്കുകൂട്ടലുകളും പിഴച്ചു തുടങ്ങി എന്ന ആശങ്കയിൽ നിന്നാണോ പുതിയ ആയുധങ്ങൾ പുറത്തെടുത്ത് പയറ്റാൻ BJP തീരുമാനിച്ചത്? ഇന്ത്യ കൂട്ടായ്മയുടെ വരവിനെ, അതിൻ്റെ വളർച്ചയെ, അതിൻ്റെ സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയാൻ BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് 400 സീറ്റ് എന്നത് ഇപ്പോൾ ഈ 5ാം ഘട്ടം കഴിയുമ്പോൾ BJP ആത്മവിശ്വാസത്തോടെ പറയുന്നത്? അല്ല ഗോപി, ഒരു കാര്യം വ്യക്തമാക്കാം. BJP ഒരു അപ്ബീറ്റ് മൂഡിലാണ്. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. 400 സീറ്റ് എന്ന് പറയുന്ന ടാർഗറ്റിനപ്പുറം കടക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം അതിൻ്റെ നേതൃത്വത്തിനുണ്ട്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും JP നദ്ദയും പോലുള്ള നേതാക്കന്മാർ പരസ്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ മാന്യ സുഹൃത്ത് ഡോക്ടർ ഗഫൂർ പോലും സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു. എത്രയൊക്കെ വന്നാലും 300 സീറ്റിനകത്ത് 300 സീറ്റിനടുത്തായിരിക്കും BJPക്ക് കിട്ടുക എന്ന്. അദ്ദേഹത്തിന് BJPയുടെ ചേർന്ന് നടക്കുന്ന ആളല്ല ഡോക്ടർ ഫസൽ ഗഫൂർ എന്നറിയാം. അദ്ദേഹം പോലും സമ്മതിക്കുന്നു BJP വീണ്ടും അല്ല, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയില്ല ഗോപി. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാണ്ട് 300 സീറ്റിനടുത്ത് BJPക്ക് കിട്ടുമെന്നാണ്. അദ്ദേഹത്തിന് പോലും അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. 2-3 കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോരോ കാരണങ്ങളായിട്ട് വിലയിരുത്താം, വിശകലനം ചെയ്യാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണല്ലോ. ഉത്തർപ്രദേശിനെ കുറിച്ചാണ് പലപ്പോഴും വലിയ നിരീക്ഷണങ്ങളും നടക്കുന്നത്. 2019 BJP അവിടെ നിന്ന് ജയിച്ചത് 50%-ലധികം വോട്ട് നേടിക്കൊണ്ടാണ്. മോർ ദാൻ 50% വോട്ട്സ്. അന്ന് മായാവതിയും അഖിലേഷ് യാദവും തമ്മിൽ സഖ്യത്തിലായിരുന്നു. കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചത്. RLD എന്ന് പറയുന്ന ചരൺ സിംഗിൻ്റെ പഴയ പാർട്ടി, അവർ സമാജ്വാദി പാർട്ടിയുടെ സഖ്യത്തിലായിരുന്നു. ഇന്നത്തെ ചിത്രം എന്താ? ഡോക്ടർ ഗഫൂർ സൂചിപ്പിച്ചു, മായാവതി ഏതാണ്ട് എല്ലാ സീറ്റുകളിലും പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അഖിലേഷ് യാദവിൻ്റെ കൂടെയുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ UPയിലെ അവസ്ഥ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് 6% വോട്ടാണ്. അത് 2019. അവിടെ നിന്ന് അതിനേക്കാൾ താഴേക്ക് അവർ പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പാടൂർ പടിപ്പരയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ദയനീയമായ ചിത്രമാണ്. അപ്പോൾ ഒരു മിനിറ്റ് ശ്രീ KVS, താങ്കൾ ഉത്തർപ്രദേശ് പറഞ്ഞത് കൊണ്ടാണ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് BSP മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു സ്പോയിലറുടെ റോൾ എടുക്കുകയാണ്, BJPക്ക് വേണ്ടി പണിയെടുക്കുകയാണെന്നാണ്. അല്ലെന്നീ രാഷ്ട്രീയത്തിൽ പലരും പല പാർട്ടികളും പല തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തും. മായാവതി ഞങ്ങളുടെ മുന്നണിയിലുള്ള കക്ഷിയൊന്നുമല്ല, ഞങ്ങളുടെ കൂടെയുള്ള നേതാവുമല്ല. അവരവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളാണ് ഉത്തരവാദി. അത് രാഷ്ട്രീയമാണ്. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും. ചിലപ്പോൾ OWC ബീഹാറിലും മറ്റു സ്ഥാനാർത്ഥികളെ നിർത്തിയതിൻ്റെ കാര്യവും പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയിലൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തിയ കാര്യവും ഡോക്ടർ ഗഫൂർ ചൂണ്ടിക്കാണിച്ചില്ലേ. OWC BJPയുടെ സഖ്യകക്ഷിയാണോ? അവർ മുസ്ലിം പോക്കറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. കാരണം അങ്ങനെയാണെങ്കിൽ OWC ഉൾപ്പെടെ എന്തുകൊണ്ട് അവർ ഇന്ത്യ മുന്നണി ചേർക്കാതിരുന്നത്? മാറ്റി നിർത്തിയതുകൊണ്ടല്ലേ അവർ വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അത് തമ്മിൽ താരതമ്യം ചെയ്തുകൂടാ ഗോപി. ഞാൻ പറഞ്ഞു വരുന്നത്, ഉത്തർപ്രദേശിൽ 50%-ലേറെ വോട്ട് നേടി ജയിച്ച ഞങ്ങൾക്ക് ഇത്തവണ അതിനേക്കാൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് 50%-ലേറെ വോട്ടുകൾ നേടാൻ കഴിയും എന്നതാണ്.
പിന്നെ മറ്റൊരു വലിയ സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിനെ കുറിച്ചും ഡോക്ടർ ഗഫൂർ സൂചിപ്പിച്ചു. ബീഹാറിൽ 2019 ഞങ്ങൾക്ക് 54, 55, 60% വരെ വോട്ട് കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും. അന്നത്തെ അവസ്ഥ തന്നെയാണ് ഇന്നും ഉള്ളത്. ബാഞ്ചിയും പാസ്വാനും BJPയും നിതീഷും ഞങ്ങൾ ഒന്നിച്ചുണ്ട്. അപ്പുറത്ത് കോൺഗ്രസും ആരാ ഉള്ളത്? പിന്നെ RJD ഉള്ളത്. കോൺഗ്രസിന് ബീഹാറിൽ എന്താ ഉള്ളത്? കഴിഞ്ഞ ഓണം കിഷൻഗഞ്ചിൽ നിന്ന് ഒരു സീറ്റ് കിട്ടി. എത്ര ശതമാനം വോട്ട് കിട്ടി? കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? ഈ ലാലുവും മക്കളും വിചാരിച്ചാൽ ബീഹാർ പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നേ അവരുടെ കയ്യിലാകുമായിരുന്നു. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ ലാലുവിനെയും മക്കൾക്കും അല്ല പ്രസക്തി, നരേന്ദ്രമോദിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തോടെ തന്നെ ബീഹാറിലെ ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യും. പിന്നെ പറയുന്ന മഹാരാഷ്ട്രയെക്കുറിച്ച് മാത്രമാണ് ഇവർക്കൊക്കെ തർക്കം ഉന്നയിക്കാവുന്നത്. അവിടെ NCP വളർന്നു, ഉദ്ധവ് താക്കറയുടെ പാർട്ടി വളർന്നു, ശിവസേന വളർന്നു. അതിലൊരു വലിയ വിഭാഗം BJPയുടെ ഒപ്പമുണ്ട്. അതിൽ വോട്ട് ആർക്കാണ് കൂടുതൽ എന്ന് മാത്രമേ തിരിച്ചറിയാനുള്ളൂ. ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഏതാനും മാസം മുമ്പാണ് മഹാരാഷ്ട്രയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഈ പറയുന്ന ഷിൻഡയുടെ ശിവസേനക്കാരാണ്, അല്ലെങ്കിൽ അജിത് പവാറിൻ്റെ NCPക്കാരാണ്. BJPയോടൊപ്പം നിൽക്കുന്നവരാ വലിയ ഭാഗങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ ജയിച്ചത്. അതുകൊണ്ട് ഈ പവാറിന് പഴയ പ്രതാപമുണ്ട്, താക്കറേക്ക് പഴയ പ്രതാപമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാജ് താക്കറെ പോലുള്ളവർ BJPയോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന വലിയ റാലിയിൽ പങ്കെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്ര പോലും ഞങ്ങളുടെ പ്രതീക്ഷ സ്വീപ്പ് ചെയ്യാൻ കഴിയും എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് 400 സീറ്റ് അപ്രാപ്യമല്ല, അതിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയും. ഞങ്ങൾ ആ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്.